പലപ്പോഴും കുട്ടികൾക്ക് ഈ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ പല ക്വസ്റ്റ്യനും അറിയാമായിരുന്നിട്ടും നന്നായിട്ട് യൂണിവേഴ്സിറ്റിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് അതിന് കാരണം? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ മൊഡ്യൂളിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതം. അതായത് 3 മണിക്കൂറിലാണ് 5 ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വീതമാണ് ഉള്ളത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ അരമണിക്കൂറിന് മുകളിൽ സമയം കിട്ടുകയും ചെയ്യും. 2019 ചോദിച്ച എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ പുതിയ സ്കീമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓരോ മൊഡ്യൂളിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ 1 ലൈൻ ആണ്. നമുക്ക് ലൈൻ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ലൈൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് എഴുതിയേ പറ്റൂ. അതിന് 20 മാർക്കും ഉണ്ട്. ഇത് മൊഡ്യൂൾ 2 സോളിഡ്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൽ ഒരെണ്ണം ചെയ്യണം. മൊഡ്യൂൾ 3 നമുക്ക് അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ഓരോന്ന് സോൾവ് ചെയ്യണം. മൊഡ്യൂൾ 4 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ഒന്ന് സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ 5 നിന്നും 2 നിന്ന് ഒന്ന് സോൾവ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് മാത്സോ അല്ലെങ്കിൽ ഫിസിക്സോ ഒക്കെ ആണെങ്കിൽ നമ്മൾ പഠിച്ചത് അതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 മാർക്കും കിട്ടാറുണ്ട്. പക്ഷെ അതുപോലെ അല്ല. ഒരേ നോളജ് ഉള്ള 2 കുട്ടികൾ എടുക്കുവാണെങ്കിൽ 2 പേർക്കും 2 വ്യത്യസ്ത മാർക്കായിരിക്കും വരുന്നത്. എന്തുകൊണ്ടാണ്? ഒരേ അറിവുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചില ഡ്രോയിങ് സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഫോളോ ചെയ്ത് വെക്കണം. ആ സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡ്രോയിങ്ങിന്റെ ഓവറോൾ നീറ്റ്നെസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് പല തരത്തിലുള്ള ലൈനുകളുണ്ട്. ആ ലൈനുകൾ ഡിഫറെന്റ് ലൈൻ ടൈപ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതോടൊപ്പം തന്നെ നമുക്ക് ഡയമെൻഷനിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനും മാർക്കുണ്ട്. ഞാൻ ഈ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രോബ്ലത്തെ ആണ് ഞാൻ ഡ്രോയിങ്ങിൽ മീൻസ് നമ്മളെ വീഡിയോ കണ്ടന്റിൽ ഞാനത് ഡ്രോയിങ് ബോർഡിൽ 3 മിനിറ്റോ 4 മിനിറ്റോ കൂടിപ്പോയാൽ 5 6 മിനിറ്റ് കൊണ്ട് ഞാൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ ഡ്രോയിങ്ങിലും വരയ്ക്കുന്ന സമയത്ത് ആ ഒരു ഡ്രോയിങ് സ്റ്റാൻഡേർഡ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒത്തിരി ലെങ്തി വീഡിയോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണുവാൻ ഒരു ബോറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ സമയം അത് ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് അത് വരച്ചിട്ടുള്ളത്. പക്ഷെ എല്ലാ വീഡിയോന്റെയും എൻഡിൽ നമുക്ക് ഒരു ഓട്ടോകാഡ് ഡ്രോയിങ് അവൈലബിൾ ആണ്. നിങ്ങൾ അത് കാണുക. ആക്ച്വലി അത് അങ്ങനെ വേണം. നമുക്ക് ഡ്രോയിങ് ഷീറ്റിൽ നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ, നിങ്ങൾ പേപ്പറിൽ വരയ്ക്കുവാണെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ വേണം വരയ്ക്കേണ്ടത്. അപ്പൊ അതിനകത്ത് ഞാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻസും ഒക്കെ അതിനകത്ത് ഏത് ലൈനാണ് ഏത് പ്രോബ്ലത്തിന് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഏത് ടൈപ്പ് ലൈനാണ് ഉപയോഗിക്കേണ്ടതൊക്കെ ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് എന്തായാലും കാണണം. ഞാൻ ഈ ഡ്രോയിങ് സ്റ്റാൻഡേർഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ തന്നെ ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ ഡ്രോയിങ്ങിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. AB75 ഇങ്ങനെ 5 കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ 5 കണ്ടീഷനും എടുത്തെഴുതുക. അപ്പൊ എഴുതുന്നതിന് നമുക്ക് ഇതിൽ നമ്മൾ ഡ്രോയിങ്ങിലെ പ്രിന്റിംഗ് എന്നാണ് പറയുന്നത്. പ്രിന്റിങ് നമുക്കറിയാം, ആ വേർഡ് മീനിങ് പോലെ തന്നെയാണ്. എന്താണ്? നമുക്ക് വളരെ നീറ്റ് ആയിട്ട്. ചില കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കാരണം നിങ്ങൾ എത്ര മോശമാണെങ്കിലും ശരി, നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് എഴുതാനുള്ളൂ. അത് നമുക്ക് വളരെ നീറ്റായിട്ട് കൈപിടിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം. എനിക്കൊരു വലിയ ഹേർഡിലാണ്. 20 മാർക്കാണ്. ഈ 2 3 4 ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്ന 20 മാർക്കാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് എല്ലാ മെത്തേഡും അറിയാം, നിങ്ങൾക്ക് വരയ്ക്കേണ്ട വിധമെല്ലാം അറിയാം. നിങ്ങൾ വരയ്ക്കുന്നത് നീറ്റ്നെസ് ഇല്ല, വൃത്തിയായിട്ട് വരച്ചില്ല, സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്തില്ല, നിങ്ങൾക്ക് 20ൽ ഒരു 10 മാർക്ക് കിട്ടി. 5 ക്വസ്റ്റ്യനും 10 മാർക്ക് വെച്ച് കിട്ടിയാൽ നമുക്ക് എത്ര മാർക്കാണ് കിട്ടുക? 100ൽ 50 മാർക്കേ കിട്ടത്തുള്ളൂ. എത്രയോ അറിവുണ്ട്, എത്രയോ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് 100ന് 50 മാർക്ക് വാങ്ങിക്കാനാണോ? ഒരിക്കലും അല്ല. ഇതിൽ ഔട്ട്സ്റ്റാൻഡിങ് മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് എന്നെ അറിയാവുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അതൊരു പാടല്ല എന്നുള്ളത് എന്നെ അറിയാവുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ടാക്കിൾ ചെയ്യാം. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു കൺവീനിയന്റ് പ്ലേസിൽ ഒരു XY ലൈൻ വരയ്ക്കുക. ഈ XY ലൈൻ തിൻ ലൈൻ ആണ്. എന്നിട്ട് എക്സും വൈയും നമുക്കിവിടെ പ്രിന്റ് ചെയ്യാം. എന്നൊക്കെ ഇത് വളരെ തിന്നായിട്ടാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇത് ഓവർ റേറ്റിംഗ് പാടില്ല. ഒരു ലൈൻ ഓവർ റേറ്റിംഗ് പാടില്ല. ആദ്യം ചെയ്യുമ്പോഴേ പ്ലാൻ ചെയ്യുക. വളരെ തിൻ ലൈൻ ആദ്യം വരയ്ക്കുക. നമുക്ക് ഇവിടെ എയുടെ പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട് 25ഉം 20ഉം.
അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഈ പ്രോബ്ലത്തെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ അതിന്റെ കൺസേൺഡ് വീഡിയോ ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ 25 മുകളിലോട്ടും 20 താഴോട്ടും എടുത്തിട്ട് എ ഡാഷും എയും ഞാനിവിടെ വരച്ചു. അപ്പൊ ഈ എ ഡാഷ് എന്ന് പറയുന്ന നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കത് പ്രിന്റ് ആണ് ചെയ്യേണ്ടത്. എ ഡാഷ് വളരെ സ്മോൾ ലെറ്ററിലാണ് ഇത് കാണിക്കേണ്ടത്. ഫ്രണ്ട് വ്യൂ എപ്പോഴും ഡാഷ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എ ആയിരിക്കും. ഇത് തിൻ ലൈൻ ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. കാരണം ഇതൊന്നും നമുക്ക് ലൈൻ അല്ല, ഇതൊക്കെ നമ്മുടെ കൺസ്ട്രക്ഷൻ ലൈൻ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ 25ഉം 20യും ഞാൻ ഇവിടെ റെപ്രസെന്റ് കാണിച്ചു കൊടുക്കുകയാണ്. ഈ 25ഉം 20 ഇവിടെ ഡ്രോയിങ്ങിൽ ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഡയമെൻഷനിങ്. ഡയമെൻഷനിങ്ങിന് എടുത്തു പറയത്തക്ക മാർക്ക് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. ഞാൻ ആ ഡയമെൻഷനിങ്ങിനെ പറ്റി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ റൈറ്റ് സൈഡിലുള്ളതാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്, ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മൾ ഫോളോ ചെയ്യരുത്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു റെക്ടാങ്കിളിന് ഞാൻ ഡയമെൻഷൻ ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത് 52. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ഉപയോഗിച്ചു? ഈ ഒരു ലൈൻ ഉപയോഗിച്ചു. രണ്ട് എൻഡിലും ഓരോ ആരോ ഹെഡ് ഉണ്ട്. ഈ ലൈനിനെ പറഞ്ഞ പേരാണ് ഡയമെൻഷൻ ലൈൻ. പിന്നെ ഈ ഇവിടെ നിന്ന് മുകളിലോട്ട് ഒരു വെർട്ടിക്കൽ ലൈനും രണ്ടിടത്ത് വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ വെർട്ടിക്കൽ ലൈനിനെ പറഞ്ഞ പേരാണ് എക്സ്റ്റൻഷൻ ലൈൻ. ഈ എക്സ്റ്റൻഷൻ ലൈന് സോളിഡിനെ ടച്ച് ചെയ്യുന്നില്ല. ഇവിടെ ഒരു സ്മോൾ വിസിബിൾ ഗ്യാപ്പ് ഉണ്ട്. ഒരു ഗ്യാപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഈ രണ്ട് ലൈൻ, എക്സ്റ്റൻഷൻ ലൈനും ഡയമെൻഷൻ ലൈനും വളരെ തിൻ ലൈനാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഡയമെൻഷൻ ലൈൻ വളരെ കൺവീനിയന്റ് ആയിട്ട് നമ്മൾ കാഴ്ചയ്ക്ക് ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ വേണം ഒബ്ജക്റ്റിൽ നിന്ന് പ്ലേസ് ചെയ്യേണ്ടത്. ഒത്തിരി മുകളിലോട്ട് ഇത് ചെയ്യാൻ പാടില്ല, ഒത്തിരി മുകളിലോട്ട് ആക്കാൻ പാടില്ല, ഒത്തിരി ചേർത്ത് വരയ്ക്കാനും പാടില്ല. നമ്മുടെ കാഴ്ചയ്ക്ക് ഒരു ഫീസിബിൾ ആകുന്ന ഒരു ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ എല്ലാ ഡ്രോയിങ്ങിൻ്റെയും ബാക്കിൽ ഒരു ഓട്ടോകാഡ് ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഞാനത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഡിസ്റ്റൻസ് മുകളിലോട്ടും താഴോട്ടൊന്നും വരാൻ പാടില്ല. പിന്നെ എക്സ്റ്റൻഷൻ ലൈന് ഇതിൽ ടച്ച് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഡയമെൻഷൻ ലൈൻ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ചെറിയൊരു ഡിസ്റ്റൻസ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതുപോലെ കറക്റ്റ് ആ പൊസിഷനിൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരു വൃത്തികേടായിരിക്കും. പിന്നെ അതുപോലെ ഒത്തിരി മുകളിലോട്ട് തള്ളിയിടാനും പാടില്ല, ഇതും തെറ്റാണ്. ഇത് മുകളിലോട്ട് ഇത്ര ആകാനും പാടില്ല, അവിടെ കൊണ്ട് നിർത്താനും പാടില്ല. ചില കുട്ടികൾ എക്സ്റ്റൻഷൻ ലൈനേ വരയ്ക്കില്ല ഇതുപോലെ, അതും തെറ്റാണ്. അപ്പൊ എക്സ്റ്റൻഷൻ ലൈൻ നമുക്ക് മസ്റ്റായിട്ട് വേണം. അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഈ രണ്ട് എൻഡിൽ നമുക്കുള്ള ആരോ ഹെഡ് നമുക്ക് നോക്കുവാണെങ്കിൽ ആരോ ഹെഡ് ഒരു 3:1 റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. കണ്ടോ, ഇതിന്റെ ലെങ്തും ഈ വിഡ്ത്തും തമ്മിൽ ഒരു 3:1 റേഷ്യോ ആണ്. ഞാൻ ഇതിനെ കംപ്ലീറ്റ് ഫിൽ ചെയ്തിരിക്കുകയാണ്. ഞാൻ വരച്ചിരിക്കുന്ന എല്ലാത്തിലും അങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ഫിൽ ചെയ്ത് വരച്ചാൽ കുറച്ചും കൂടി വൃത്തിയായിരിക്കും. നമ്മളിത് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ആരോ ഹെഡ് ഒരു സൈസ്, ഇവിടെ വേറൊരു സൈസ്. കണ്ടോ, അത് ഫോളോ ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ എല്ലാം ഒരേ സൈസ് ചെയ്യുക. ഇവിടെ നോക്കുവാണെങ്കിലോ, ഒന്നിന്റെ ഈ 3:1 റേഷ്യോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതും കാഴ്ചയ്ക്ക് അത്ര ഭംഗിയില്ല. നമുക്ക് ഓവറോൾ നീറ്റ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആരോ ഹെഡ് വരയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നീട് ഈ 52നെ പറഞ്ഞ പേരാണ് ഡയമെൻഷൻ ടെക്സ്റ്റ്. അപ്പം ഈ ഡയമെൻഷൻ ടെക്സ്റ്റ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം? എപ്പോഴും ഡയമെൻഷൻ ലൈനിന്റെ മുകളിൽ പ്ലേസ് ചെയ്യണം, താഴെ പ്ലേസ് ചെയ്യാൻ പാടില്ല. വേറൊരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാവുന്നത് ഇതിനിടയ്ക്ക് പ്ലേസ് ചെയ്യാം. അപ്പൊ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിലും അങ്ങനെ ചെയ്യണം. അതായത് ഇവിടെ മുകളിലും വേറൊരു സ്ഥലത്ത് ഇതുപോലെ കാണിക്കാൻ പാടില്ല. പിന്നെ ഈ വെർട്ടിക്കൽ ഡയമെൻഷൻ നമ്മൾ എങ്ങനെ കാണിക്കും? വെർട്ടിക്കൽ ഡയമെൻഷൻ കാണിക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പേപ്പറിനെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയമെൻഷൻ ലൈനിന്റെ മുകളിൽ വരുന്ന വിധത്തിൽ വേണം വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിയായിരിക്കും. ഈ ലൈനുകളെല്ലാം തിൻ ലൈനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇനി നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ തൽക്കാലം ഞാൻ ഇവിടുത്തെ ഡയമെൻഷൻ ഇപ്പൊ കാണിക്കുന്നില്ല, ഞാൻ പിന്നീട് അത് പറഞ്ഞു തരാം. പിന്നെ അപ്പൊ നമ്മൾ ഈ എ ഡാഷും എയും നമുക്ക് പ്രിന്റ് ചെയ്യണം. വളരെ വൃത്തിയായിട്ട് വേണം അത് വരയ്ക്കേണ്ടത്. ഇനി അടുത്ത കണ്ടീഷൻ, ബിന്റെ ലോക്കസുകൾ തന്നിട്ടുണ്ട് 50യും 65. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ നിന്ന് 50 പൊക്കിയിട്ട് ഇവിടെ നിന്ന് 65 താഴോട്ട് ഞാൻ രണ്ട് ലോക്കസ് വരയ്ക്കുകയാണ്. ഈ ലോക്കസ് കാണിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ലൈന് ഒരു ചെയിൻ ലൈൻ എന്നാണ് പറയുക. ഒരു വലിയ ലൈൻ, ഒരു ചെറിയ ലൈൻ, വലിയ ലൈൻ, ചെറിയ ലൈൻ. അപ്പൊ ഒരു ചെയിൻ ലൈൻ ആണ്. അതും തിൻ ലൈൻ വേണം ഉപയോഗിക്കേണ്ടത്.
ക്വസ്റ്റ്യന് ഒന്ന് കറക്റ്റ് ചെയ്തോണേ. AB65 ആണ് ക്വസ്റ്റ്യൻ നമ്പർ 2. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാം, ഈ ആൻസർ 47ഉം 60ഉം എല്ലാം 65ന് കറസ്പോണ്ടിങ് ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോ ഇവിടെ എ ഡാഷ് വരച്ചു. എ ഡാഷിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? 65 എടുത്തിട്ടാണ് B1 വരയ്ക്കുന്നത്. അത് തിക്ക് ലൈനാണത്, തിക്ക് ലൈന്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ ഈ അലൈഡ് ഡയമെൻഷൻ ആണ്. അത് നമുക്ക് ലാസ്റ്റ് കാണിച്ചാൽ മതി, ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ B1 വരച്ചു. ദെൻ ഇവിടെ നിന്ന് താഴോട്ട് കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കുകയാണ്. അത് തിൻ ലൈൻ ആണ്. AB1 എന്ന് പറയുന്നത് അഗൈൻ തിക്ക് ലൈൻ വരയ്ക്കുക. ദെൻ ഇവിടുന്ന് കറക്കി ഇടുമ്പോൾ അവിടെ തിൻ ലൈൻ ആണ്. ഇവിടുന്ന് AB എന്ന് പറയുന്നത് എന്താണ്? തിക്ക് ലൈൻ ആണ്. അപ്പൊ ലൈനുകളെല്ലാം തിക്കായിട്ട് കൊടുക്കുക. കൺസ്ട്രക്ഷൻ ആയിട്ട് വരയ്ക്കുന്ന ഈ ലൈനുകളൊക്കെ എന്താണ്? തിൻ ലൈനായിട്ട് കൊടുക്കുക. ഇവിടെ ഉപയോഗിക്കുന്ന ആരോ ഹെഡ് നമ്മൾ ഡയമെൻഷനിൽ കൊടുത്തിരിക്കുന്ന ആരോ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് അപ്പോൾ ഇനി നമുക്ക് ഒരേ പാരൽസ് കിട്ടി, നമ്മൾ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കുക. അങ്ങനെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എന്താണ്? തിക്ക് ലൈൻ ആയിട്ട് തന്നെ വരയ്ക്കുക. ഇനി നമ്മൾ ഡയമെൻഷനിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ ഈ 65 ഓക്കെ B1 പാരലായിട്ട് വേണം വരയ്ക്കേണ്ടത്. അത് കുറച്ച് കൺവീനിയന്റ് ആയിട്ട് നമ്മൾ ഈ ഫ്രണ്ട് വ്യൂ ഓവർലാപ്പ് ചെയ്യാത്ത വിധത്തിൽ കൺവീനിയന്റ് ആയിട്ട് മുകളിലോട്ട് പ്ലേസ് ചെയ്യുക. ഫൈനലായിട്ട് നമ്മൾ ഈ ട്രേസുകൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ലൈനുകൾ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. പ്രൊജക്ഷൻ B'-നെയും AB എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ഈ എക്സ്റ്റൻഷൻ ലൈനുകളെല്ലാം തന്നെ, ഈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനുകളെല്ലാം തന്നെ തിൻ ലൈനായിട്ട് വേണം വരയ്ക്കേണ്ടത്. പിന്നീട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന എല്ലാ ടെക്സ്റ്റുകളും A', B', H', VT ഇതുപോലെ ഉപയോഗിക്കുന്ന എല്ലാ ടെക്സ്റ്റുകളും പ്രിന്റ് ചെയ്യുന്നത് ഒരേ ഫോണ്ട് സൈസിലായിരിക്കണം. നമ്മൾ ചിലത് വലുതും ചിലത് ചെറുതുമായിട്ടൊന്നും വരയ്ക്കരുത്. അപ്പൊ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇവിടെ 5 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഈ 5 കണ്ടീഷൻസും നിങ്ങൾ ഈ ഡ്രോയിങ്ങിൽ മാർക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അത്രയും മാത്രം കാണിച്ചാൽ മതി, അതിൽ കൂടുതൽ ഡയമെൻഷൻ ഒന്നും കാണിക്കേണ്ട. രണ്ടാമത്, നമുക്ക് ഇവിടെ കിട്ടേണ്ട ആൻസർ, ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമ്മൾ കാണിക്കുന്നത് A', B' എന്നും AB എന്നുമാണ്. അത് ഇവിടെ നമ്മൾ ഓൾറെഡി നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂസ് ഇവിടെ ആൻസർ സെക്ഷനിൽ എടുത്തെഴുതുക. അതുപോലെ ട്രേസുകൾ നമ്മൾ ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എക്സാക്ട് വാല്യൂ കിട്ടണത് നമ്മൾ എത്രയാണെന്ന് നോക്കിയിട്ട് ആ വാല്യൂ ഇവിടെ എടുത്തെഴുതുക. ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ തീറ്റയും ഫൈയും ഇവിടെ നൊട്ടേറ്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ എടുത്തെഴുതുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് യാതൊരു മാർക്കും കളയുവാൻ ഒരു അധ്യാപകനും സാധിക്കത്തില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.